ഇന്നൊരു പനി പിടിച്ച ദിവസമാണ്. നമസിക്ക് കഴിഞ്ഞ ദിവസം മുതൽ തീരെ വയ്യ. നല്ല പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വാശി. നമസിയുടെ വാശിയുടെ ഇടയിൽ ശിവാംഗിയുടെ കാര്യങ്ങളൊക്കെ പകുതി അവിടെ തന്നെ കിടന്നു. ഡോക്ടർ തോമസ് ആന്റിനെ കാണാനായി ജൂബിലിയിലെത്തി. അധികം താമസിക്കാതെ തന്നെ ഡോക്ടർ കണ്ട് വീട്ടിലേക്ക് പോന്നു. പക്ഷെ വീടെത്തി എന്ത് ചെയ്തിട്ടും യാതൊരു തരത്തിലും പനി കുറയുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഡോക്ടറെ കാണാനായിട്ട് ഒന്നും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്ന് കുറച്ചു നേരം അവർ മരുന്നൊക്കെ വെച്ച് പനിയൊക്കെ ഒന്ന് മാറിയ ശേഷമാണ് വീട്ടിലേക്ക് വിട്ടത്. വീടെത്തിയപ്പോഴാ ഇങ്ങനെ ഒരാൾ നമ്മളെയും കാത്ത് നിൽക്കുക. പനിയൊന്നും കഴിഞ്ഞപ്പോഴാണ് നമസ് ഇന്ന് ആക്റ്റീവായത്. ഇപ്പം സാധാരണ പോലെ മഴ ആയതുകൊണ്ട് അങ്ങനെ നടക്കാൻ പോകലൊന്നുമില്ല. പനി മാറിയപ്പോഴത്തേനും അവൾക്ക് അങ്ങ് നടക്കാൻ പോകണം. പിന്നെ കുറച്ചു നേരം റോട്ടിലൊക്കെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അവളൊന്ന് ഹാപ്പി ആവട്ടെ, ഒന്ന് ആക്റ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചോ നടക്കാൻ കൊണ്ടായത്. നടക്കാൻ പോയപ്പോഴാണെങ്കിലോ ശിവാംഗിയുടെ പിന്നാലോടാനാ നേരം ഉണ്ടായിരുന്നുള്ളൂ. പുതിയ ചെരുപ്പായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴുന്നുണ്ടായിരുന്നു. നടന്നൊന്ന് പ്രാക്ടീസ് ആവണ വരെയുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിടിച്ചു വലിച്ചാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം കൊണ്ട് നമസി പെട്ടെന്ന് ഉറങ്ങി. പിന്നെ രാത്രി മൊത്തം ശിവാംഗിയുടെ അട്രോസിറ്റി